പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാ കട്ടിന്റെ അടുത്തൊന്ന് നിനക്ക് ആവശ്യമുള്ള എടുത്ത് കഴിച്ചൂടെ? അതിനമ്മ ശീലമായി പോയി, മാറ്റാൻ പറ്റണില്ല. ശീലം മാറ്റി തരണേ ഞാൻ ഈ ശീലം കൊണ്ടുവച്ച് കഴിക്കാം അവിടെ പോയി. പിന്നെ ഞാൻ സത്യം പറഞ്ഞ അമ്മയെ തപ്പിയാണ് വന്നത് ഒരു കാര്യം പറയാനായിട്ട്. എന്തൊന്ന് കാര്യം? ഞാന് രാവിലെ എണീറ്റപ്പോ ഒരു കാര്യം ഓർത്തത്. നമ്മളന്ന് പോയില്ലായിരുന്നു നമ്മള് കൊട്ടാരക്കര ഗണപതിസ്വാമി ക്ഷേത്രത്തില്, പിന്നെ തിരുവനന്തപുരം വണ്ടിക്ക് കോട്ടയം പോയി. ഓ പറ. അവിടെ വെച്ച് നമുക്കൊരു ഉണ്ണിയപ്പം കിട്ടിയില്ല, ഇതല്ല കിടുക്കൊരു ഉണ്ണിയപ്പം. അവൻ പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് തോന്നി തീറ്റയുടെ വല്ല കാര്യമായിരിക്കും. പോയാട്ടായിരുന്നു അമ്മ. പറ. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം അല്ലായിരുന്ന. അപ്പോളേ നമുക്കേ 2 ദിവസത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കണേ. ചോറും കറിയൊക്കെ ഉണ്ടാക്കാതെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇവിടെ. എന്തോ നമ്മ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ തമാശ പറയണ എന്തോന്നടേ രാവിലെ ഉണ്ണിയപ്പം കൊള്ള പച്ചപ്പം. ഇല്ല അവൻ സീരിയസ് ആയിട്ടൊരു കാര്യം തീറ്റയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തോ കേക്കുമാ ജന്മത്തിൽ നിന്റെ തീറ്റ കൊതിയൊന്നും തീരൂലേ? അടുത്ത ജന്മം തീരില്ല. അപ്പൊ രാവിലെ 2 ഗുണം സെറ്റ് ആയില്ലേ എന്നെ കുറ്റം പറയാൻ വേണ്ടിട്ട്? അതെ ഇവിടെ രാവിലെ തന്നെ ഉണ്ണിയപ്പം നെയ്യപ്പം ഒന്നും പറഞ്ഞ അടി ഉണ്ടാക്കാനാണെങ്കിൽ പോയിക്കോ ഇറങ്ങും. ഓ ഇവിടെ പണിയുണ്ട് ഇവിടെ. ഞാൻ പോകുന്നതായിരിക്കും എനിക്ക് നല്ലത്. ഞാൻ അങ്ങനെ ഒന്നും പോവല്ലേ, അവിടെ നിക്ക്. കുറച്ചു നേരം കൂടി നിന്നിട്ട് പോന്നേ. നിനക്ക് പോണെങ്കിൽ നീ പോ. ലച്ചുവിന് പ്രാന്താണ്. അതെനിക്ക് പണ്ടേ അറിയാമ്മ. അമ്മ എന്താ പറഞ്ഞ എനിക്ക് പ്രാന്താന്നോ? അടിപൊളി. ആറുവേ ഒരു 5 മിനിറ്റ് കൂടി നിന്നിരുന്നു എന്തെങ്കിലുമൊക്കെ സംഭവം കിട്ടിയല്ലേ. ഞാൻ അമ്മയെ പറഞ്ഞു വിട്ടത്. എന്താ നിനക്ക് കുഴപ്പം? നിനക്ക് എന്ത് കുഴപ്പം? നിനക്ക് ജോലിക്കൊന്നും പോകണ്ടേ? ഇല്ല, ഇന്ന് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി. നീ ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ വന്നതല്ലേ? അതെ, അതും ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടാ വന്ന് ജീവിതം മൊത്തം അഡ്ജസ്റ്റ്മെന്റ് ആണല്ലേ? ഇന്നെന്താ അഡ്ജസ്റ്റ്മെന്റ്? ഇന്ന് എനിക്കൊരു മൂഡില്ല, അതുകൊണ്ടാ. നീ മര്യാദക്ക് ജോലിക്ക് പോകാൻ നോക്കടാ. മര്യാദക്ക് ജോലിക്ക് പോകാൻ നോക്കടാ. ഇല്ലമ്മ, ഞാൻ പോണെന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ പോണുള്ളൂ. വിഷ്ണു കളിക്കല്ലേട്ടാ. ഒരു ജോലി ഇട്ടിട്ട് ആ സമയം വെറുതെ കളയല്ലേ. മര്യാദക്ക് ജോലിക്ക് പോടാ. ഇന്ന് പോയൊരു മൂഡില്ലമ്മ. അത് 2 കിട്ടുമ്പോ മൂടൊക്കെ അങ്ങ് ശരിയായിക്കോളും. ഞാൻ പോണേ, എനിക്ക് 1-2 ഫ്രണ്ട്സിനെ വിളിക്കാനുണ്ട്. ഏത് ഫ്രണ്ട്സ് ഏട്ടാ? ഏത് ഫ്രണ്ട്സാ? എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയണത് ബോഡി കൊടുത്തു. പിന്നെ മര്യാദക്ക് ജോലിക്ക് പോടാ. അമ്മ ഞാൻ പറഞ്ഞില്ലമ്മ, ഞാൻ ലീവ് എടുത്തുന്ന്. ഇനിയിപ്പോ നാളെ പോണെന്ന്. നീ വാങ്ങോട്ടെ എന്റെ കയ്യിന്ന്. ഞാൻ റൂമിലോട്ട് പോണു. വരെ ചേട്ടന് ജോലിക്ക് പോകാൻ ഭയങ്കര മടിയാണല്ലോ അമ്മ. ഓഫീസിലെ കളത്തിലൊക്കെ പഠിച്ച ശേഷേ ചേട്ടൻ നമ്പറൊക്കെ ഇറക്കി തുടങ്ങി. അവന്റെ നമ്പരും മടിയൊക്കെ ഞാൻ മാറ്റി കൊടുത്തോളാം. ഇന്നെന്തായാലും ചേട്ടൻ ജോലിക്ക് പോകില്ല, അത് ഉറപ്പാണ്. പിന്നെ കാണാലോ. എന്താന്ന് ഇതെന്തോന്നത്? കുറച്ച് ദിവസം കണക്ക് നോക്കാത്ത എല്ലാം കൺഫ്യൂഷനായല്ലേ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇന്നലെ പോയപ്പോഴേ 1 ലോഡ് കണക്കെടുത്ത് വെച്ച് എന്റെ തല വെച്ച് തന്നു. ഓ എന്തൊരു കണക്കാ? എന്താ ഒന്നും പറഞ്ഞടേ, നമ്മൾ ഈ കണക്കിന് വലിയ അഗ്രഹണനായി പോയി. ഇത്രയും വലിയ സൈറ്റിൽ എല്ലാ കണക്കും കൂടെ ഞാൻ നോക്കണമെന്ന് വെച്ചാൽ അപ്പൊ അവിടെ അക്കൗണ്ടന്റ് ഇല്ലേ? എന്താണ് അക്കൗണ്ടന്റ്? എടാ അവിടെ കമ്പനിയുടെ ശമ്പളത്തിന്റെ കാര്യവും പിന്നെ എക്സ്ട്രാ റാ മെറ്റീരിയൽസിന്റെ കാര്യമൊക്കെ ഞാൻ അല്ലേ കണക്ക് നോക്കി കൂട്ടി കിഴിച്ചാൽ കൊടുക്കണത്. അവർക്ക് എന്തോന്ന് വെറുതെ ഇരുന്നാൽ പോരെ? എല്ലാം പുറത്തേക്ക് വിരവിയാൽ പോരെ? കളിച്ചാൽ പോരെ? കാര്യങ്ങളാണ് ഞാനല്ലേ നോക്കണത്. എന്താ ഇവിടെ പ്രശ്നം? അച്ഛന് കണക്ക് കുറെ നോക്കണ്ടോ? ഉണ്ടാവും. കുറെ ദിവസം മടിച്ച് ഇവിടെ ഇരുന്നല്ലേ, അപ്പൊ അതിന്റെ പണിഷ്മെന്റാ. ആരുടെ മടിച്ചിരുന്നത്? എനിക്ക് അസുഖമായിട്ടാണ് ഞാൻ പോത്തത്, വയ്യാത്തോണ്ടല്ലേ പോത്തത്. അതുപോലെ ഇവിടെ വേറെ ആളും കൂടെ മടിയും പിടിച്ചിരിക്കുകയാണ് ഇപ്പൊ. ആർക്ക്? നിങ്ങളെ മൂത്ത മോൻ. എന്റെ മുത്തവൻ? നിന്റെ മുത്തവൻ എന്താണടി? അച്ഛോ മുടിഞ്ഞോണ്ട് രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഷോ. അത് മാത്രമല്ല എന്തോ വലിയ സാറാണെന്നാണ് വിചാരം. മിക്കവാറും ഓഫീസിൽ നിന്ന് കിണ്ടി എടുത്ത് കളയും. അല്ല, അവനിത്ര മണി എന്ത്? ജോലിയിലെ കള്ളത്തരങ്ങളൊക്കെ പഠിച്ച് ജോലിയില്ലാതെ വീട്ടിൽ ചൊറയി കുത്തിയിരിക്കും, പഠിക്കും. നീയാണല്ലോ അതിന് മണം വയ്ക്കുന്നത്. അത് കറക്റ്റാണ്. മുടിഞ്ഞോണ്ട് എന്ത് പറഞ്ഞാലും അമ്മ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കലേട്ടാ കേശു. എന്റെ പൊന്നു വെച്ചാ നീ ഒന്നും മിണ്ടായി. ചുമ്മാ ആവശ്യമില്ല അവളുടെ ഒരു ഡൗട്ട്. എന്നിട്ട് എവിടെ പുന്നാരെ പോയ അവിടെ അടക്കളയിലാണോ അതോ മുറിയിലാണോ? ഇവിടെ അവനെ മുറിയിലുണ്ടവൻ. അവന്റെ വിളി വിളിച്ചോണ്ടോ? അവര് നിങ്ങൾ അവനെ വഴക്കൊന്നും പറയല്ലേട്ടാ. വഴക്കൊന്നും പറയില്ല. മടി പിടിച്ചിരുത്തി ഒരു ഉമ്മ കൊടുക്കാം. അച്ഛാ ഞാൻ പറഞ്ഞില്ല, ഈ അമ്മയാണ് മുടിഞ്ഞ. അല്ല, ഈ ലച്ചു മടി കാണിച്ചാൽ മനസ്സിലാക്കാം. ലച്ചുവിന്റെ രക്തത്തിലുള്ള മടി. അവന് ഉറപ്പായിട്ട് നിങ്ങളെ രക്തം തന്നെ ഇരിക്കും. എന്തായാലും എന്റെ അല്ല. മിണ്ടായോടാ, ചിലക്കാൻ മടി പിടിച്ച് വീട്ടിൽ അതിന് രക്തത്തിന് കണക്ക് പറഞ്ഞോ. എന്താ നീ ജോലിക്ക് പോകണില്ലേ? അല്ല, ഇന്ന് ഞാൻ പോകേണ്ട കാര്യമില്ല. അത് അല്ല, ഇന്ന് എനിക്ക് 2 ക്ലയൻസിനെ കാണാനുണ്ടായിരുന്നു. പക്ഷെ ആ റൂട്ട് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യണ ശ്യാമില്ലേ, അവൻ ആ റൂട്ട് പോകുന്നുണ്ട്. അപ്പൊ അവനെ ക്ലയൻസിനെ ഉണ്ടുള്ളൂ. അപ്പൊ ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. എടാ, നിനക്ക് ജോലിക്ക് പോകണ വല്ലവനെ വിട്ടാ മതിയടാ. അതങ്ങനെ ശരിയാവും? അല്ല, അവൻ
എടാ നമ്മളെ ജോലി മറ്റാളെ ചെയ്താൽ ശരിയാവില്ല മോനെ. അല്ല അവൻ പോകേണ്ട സ്ഥലത്തൊക്കെ ഞാനും പോയിട്ടുണ്ടല്ലോ, പിന്നെന്താ? മെനഞ്ഞാന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ മടിച്ചിരുന്നേണ്. മടിച്ച് പോയാ പിന്നെ പോകാൻ തോന്നൂല. ആ അത് അച്ഛന് തെറ്റി, അത് മടി, ഇത് അഡ്ജസ്റ്റ്മെന്റ്. എടാ ജോലിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും കാണിക്കാൻ പാടില്ല. അച്ഛന് ജോലി തന്നെ എന്തെല്ലാം അഡ്ജസ്റ്റ്മെന്റ് കാണിക്കാം. അച്ഛൻ കാണിക്കില്ല. അച്ഛൻ സ്ട്രേറ്റ് ഫോർവേഡാണ്, സത്യസന്ധനാണ്, പ്രത്യേകിച്ചും ജോലി കാര്യത്തിന്. എന്താണ് കളിക്കണത്? ചിരിക്കണത് എന്താണ് ചിരിക്കണത്? അല്ല സത്യസന്ധനാണെന്ന് പറഞ്ഞോണ്ട്, അത് സത്യസന്ധത പറഞ്ഞതുകൊണ്ട് ചിരിച്ചു. സത്യമായിട്ടുള്ള ഒരു കാര്യം. അതെ, എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണേ. സത്യം പറഞ്ഞപ്പോ കളിയാക്കി ചിരിക്കണ കളിയൊക്കെ അല്ലേ ചേ? പിന്നെ പറഞ്ഞ എന്ത് കാര്യമില്ലേ? ചക്കല്ലോണോ പറഞ്ഞത്? അച്ഛൻ നിങ്ങളെ പറയത്തില്ല. പിന്നെ ചിരിച്ചതിന് ആ